ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് 6ാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസിൻ്റെ ലേബർ ഇന്ത്യയിൽ വന്ന മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടു ഫ്രണ്ട്സ് ആർ പ്രിപ്പയറിംഗ് ഡ്രിങ്ക്സ്. വൺ ഓഫ് ദം പ്രിപ്പയർഡ് എ ഷുഗർ സൊല്യൂഷൻ ആൻഡ് ദ അതർ പ്രിപ്പയർഡ് ബട്ടർ മിൽക്ക്. എന്താ പറഞ്ഞിരിക്കുന്നത്? കൂട്ടുകാർ പാനീയങ്ങൾ തയ്യാറാക്കുകയാണ്. ഒരാൾ പഞ്ചസാര ലായനിയും മറ്റൊരാൾ സംഭാരവും തയ്യാറാക്കി. ഈ ചോദ്യം നോക്കാം. റൈറ്റ് ഡൗൺ ടു വിച്ച് കാറ്റഗറി ദ മിക്സ്ചേഴ്സ് ബിലോങ് ടു ബേസ് ഓൺ ദ ഫീച്ചേഴ്സ് ഓഫ് ദ പാർട്ടിക്കിൾസ് ഇൻ ദം. റൈറ്റ് വൺ മോർ എക്സാമ്പിൾ ഓഫ് ഈച്ച് കാറ്റഗറി. എന്താ പറഞ്ഞിരിക്കുന്നത്? തയ്യാറാക്കിയ പാനീയങ്ങളിലെ കണികകളുടെ സവിശേഷതകളെ അടിസ്ഥാനമാക്കി ഈ മിശ്രിതങ്ങൾ ഏതൊക്കെ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു എന്ന് എഴുതുക. ഓരോന്നിനും ഓരോ ഉദാഹരണങ്ങൾ കൂടി എഴുതുക. Sugar solution is a homogeneous mixture. Example, salt solution. Next, buttermilk is a heterogeneous mixture. Example, a mixture of water and chalk powder. Next question, name the molecule present in soda. And the answer is soda, water and carbon dioxide. Next, രണ്ടാമത്തെ ആക്ടിവിറ്റി എയിലെ ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദ പിക്ചർ ഓഫ് ഓനിയൻ പീൽ ഡ്രോൺ ബൈ എ ചൈൽഡ് ഹൂ വ്യൂ ഇറ്റ് ത്രൂ ദ മൈക്രോസ്കോപ്പ്. ഉള്ളിത്തൊലിയുടെ കോശങ്ങൾ മൈക്രോസ്കോപ്പിലൂടെ കണ്ട ഒരു കുട്ടി വരച്ച ചിത്രം നിരീക്ഷിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ നെയിംസ് ഓഫ് സെൽ പാർട്സ് എ ആൻഡ് ബി ഇൻ ദ പിക്ചർ. ഈ ചിത്രത്തിൽ എ ബി എന്നീ കോശഭാഗങ്ങളുടെ പേര് എഴുതുക. അപ്പൊ എന്തായിരിക്കും മക്കളെ? എ സൈറ്റോപ്ലാസം, ബി ന്യൂക്ലിയസ്. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ദ പെക്യുലാരിറ്റീസ് ഓഫ് ദീസ് സെൽ പാർട്സ്. ഈ കോശഭാഗങ്ങളുടെ പ്രത്യേകതകൾ എഴുതുക. അപ്പൊ എന്തായിരിക്കും? സൈറ്റോപ്ലാസം ഹോൾഡ് ദ സെൽ പാർട്സ് ഇൻസൈഡ് ദ സെൽ എക്സ്പെക്ട് ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് കൺട്രോൾ സെല്ലുലാർ ആക്ടിവിറ്റീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സാമിൻ ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ഒപ്പീനിയൻ. എന്താ പറഞ്ഞിരിക്കുന്നത്? നൽകിയിരിക്കുന്ന പ്രസ്താവനയും അതിന്റെ കാരണവും വിശദമായി മനസ്സിലാക്കി താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് ഏതെന്ന് എഴുതുക. ഫസ്റ്റ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് നോക്കാം. പ്രസ്താവന, എമംഗ് ദ ഓർഗനൽസ് ദ ന്യൂക്ലിയസ് ഈസ് കൺസിഡേർഡ് ദ ഫങ്ഷണൽ സെന്റർ ഓഫ് ദ സെല്ല്. കോശാംഗങ്ങളിൽ ന്യൂക്ലിയസിനെ കോശത്തിന്റെ പ്രവർത്തന കേന്ദ്രമായി കണക്കാക്കുന്നു. അടുത്തത് റീസൺ, സൈറ്റോപ്ലാസം, റൈബോസോം, എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, മൈറ്റോകോൺട്രിയ ആൻഡ് ക്ലോറോപ്ലാസ്റ്റ് ആർ all other organelles found in the cytoplasm beside the nucleus. കാരണം ഫേഡ്, റൈബോസോം, എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റ് എന്നിവയെല്ലാം ന്യൂക്ലിയസിനെ കൂടാതെ കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന മറ്റ് കോശാംഗങ്ങളാണ്. അപ്പൊ എന്തായിരിക്കും മക്കൾ ഇതിന്റെ ആൻസർ എഴുതാം? The statement and the reasons are true, but the reason is not the correct explanation for the statement. നെക്സ്റ്റ് രണ്ടാമത്തെ ബി ക്വസ്റ്റ്യൻ നോക്കാം. ലിസ്റ്റ് എനി ടു ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. ഏകകോശ ജീവികളും ബഹുകോശ ജീവികളും തമ്മിലുള്ള ഏതെങ്കിലും രണ്ട് പ്രധാന വ്യത്യാസങ്ങൾ പട്ടികപ്പെടുത്തുക. അപ്പൊ നമുക്കത് നോക്കാം. ഫസ്റ്റ് നമുക്ക് യൂണിസെല്ലുലാർ ഓർഗാനിസം നോക്കാം. പോസസ് എ സിംഗിൾ സെൽ. ഓൾ ലൈഫ് ആക്ടിവിറ്റീസ് ആർ ഡൺ ബൈ എ സിംഗിൾ സെൽ. ദേ ഹാവ് എ സിമ്പിൾ ബോഡി സ്ട്രക്ചർ. എക്സാമ്പിൾ, അമീബ, paramecium, yeast, bacteria. Next, multicellular organism. The body is made up of many cells. Each life function has specific cells and organs. They have a complex body structure. Example, human, animals, plants. Next question, how does a plant cell differ from an animal cell? Are there any parts found in plant cells that are different from animal cells? Explain with the help of a picture. എന്താ പറഞ്ഞിരിക്കുന്നത്? സസ്യകോശം ജന്തുകോശത്തിൽ നിന്ന് എങ്ങനെയെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ജന്തുകോശങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഏതെങ്കിലും ഭാഗങ്ങൾ സസ്യകോശങ്ങളിൽ നിന്ന് കാണുന്നുണ്ടോ? ഒരു ചിത്രത്തിന്റെ സഹായത്തോടെ വിശദീകരിക്കുക. അപ്പൊ ഇതാണ് ചിത്രം, മക്കളത് നോക്കുക. The list of plant parts that differ from animal cells and their functions are given below. First part of cell function, cell work at the cell, chloroplast help in photosynthesis. Next question, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എ ക്വസ്റ്റ്യൻ നോക്കാം. ക്ലാസിഫൈ ദ ഫോളോയിങ് സബ്സ്റ്റൻസ് ഇൻടു ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ്. ചുവടെ കൊടുത്തിരിക്കുന്ന വസ്തുക്കളെ ഏകാത്മക മിശ്രിതം, ഭിന്നാത്മക മിശ്രിതം എന്ന് തരംതിരിച്ച് പട്ടികപ്പെടുത്തുക. ഡൈലൂട്ടഡ് ആസിഡ്, ബട്ടർമിൽക്ക്, ആൽക്കഹോൾ, ലൈം ജ്യൂസ്, അറ്റ്മോസ്ഫിയറിക് എയർ, കറീസ്, റൈസ് ഗ്രെയിൽ, ഷുഗർ സൊല്യൂഷൻ. അപ്പം നമുക്കത് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഹോമോജീനിയസ് മിക്സ്ചർ നോക്കാം. ഡൈലൂട്ടഡ് ആസിഡ്, ആൽക്കഹോൾ, അറ്റ്മോസ്ഫിയറിക്
എയർ, ഷുഗർ സൊല്യൂഷൻ. ഹെട്രോജീനിയസ് മിക്സ്ചർ എന്ന് പറയുമ്പോൾ ബട്ടർ മിൽക്ക്, കറീസ്, റൈസ് ഗ്രെയിൻ. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ, റൈറ്റ് എ മെത്തേഡ് ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ്. ഏകാത്മക മിശ്രിതം, ഭിന്നാത്മക മിശ്രിതം എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? എങ്ങനെയായിരിക്കും മക്കളെ? Homogeneous mixtures are mixtures where all parts of a mixture have the same properties. Heterogeneous mixtures are mixtures where different parts of a mixture have different properties. Next is C question. Find out the odd one from the following on the basis of substance contained in them. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് പറഞ്ഞിരിക്കുന്നത്? കോപ്പർ, സൾഫർ, ബ്രാസ്, സിൽവർ. എന്തായിരിക്കും? ബ്രാസ്. നെക്സ്റ്റ് നാലാമത്തെ ആക്ടിവിറ്റി, ഒബ്സർവ് ദ പിക്ചർ ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കുക. ഐഡന്റിഫൈ ദ യൂണിസെല്ലുലാർ ഓർഗാനിസം ആൻഡ് റൈറ്റ് ദെയർ നെയിംസ്. ഏകകോശ ജീവികൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തി അതിന്റെ പേര് എഴുതുക. അപ്പൊ എന്തെല്ലായിരിക്കും? അമീബ, ബി ആണ് അമീബ വരിക. അടുത്തത് സി, ഇഗ്ലൂന. നെക്സ്റ്റ്, വിച്ച് ഡിവൈസ് ഈസ് യൂസ്ഡ് ടു ഒബ്സർവ് മൈക്രോ ഓർഗാനിസം. സൂക്ഷ്മജീവികളെ നിരീക്ഷിക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? ഏതായിരിക്കും മക്കളെ? മൈക്രോസ്കോപ്പ് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സാമിൻ ദ പിക്ചർ ആൻഡ് റൈറ്റ് ഡൗൺ എനി 3 ഫൈൻഡിങ്സ്. ചിത്രങ്ങൾ താരതമ്യം ചെയ്ത് നിങ്ങളുടെ 3 കണ്ടെത്തലുകൾ എഴുതുക. അപ്പൊ എന്തെല്ലായിരിക്കും? The figure shows an animal cell and a plant cell. The cell and chloroplast are organelles found only in plant cell. They are not present in animal cell. Although the vacuole is present in both cell, the vacuole in animal cell is very small compared to that in plant cell. Next, അഞ്ചാമത്തെ activity, observe the cartoon. How big is the pumpkin fruit? Does the pedicel has the capacity to hold this? മത്രങ്ങ എത്ര വലിയ ഫലമാണ്? ഇതിനെ താങ്ങാനുള്ള ശേഷി ഈ പൂഞ്ഞെട്ടിനുണ്ടോ? നമുക്കിനി ക്വസ്റ്റ്യൻ നോക്കാം. What changes occurs to the pedicel when the pumpkin flower change into a fruit? മത്തൻ പൂവ് ഫലമായി മാറിയപ്പോൾ പൂഞ്ഞെട്ടിനുണ്ടായ മാറ്റം എന്ത്? എന്തായിരിക്കും മക്കളെ? The pedicel will become stronger, larger and thicker to support the weight of the developing fruit. Next question. What changes occurs to various part of a flower when it's become a fruit? പൂവ് ഫലമായി മാറുമ്പോൾ പൂവിന്റെ ഓരോ ഭാഗങ്ങൾക്കും ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്ത്? എന്തായിരിക്കും? Petals falls off, androecium falls off. Ovary develops into a fruit. Pedicel remains and becomes parts of the fruiting body. Sepals falls off in some plants attached to the developing fruits. Next question. Choose the correct statement from the options given in below. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. Date palm and papaya are examples of dioecious plant. ഈന്തപ്പന, പപ്പായ എന്നിവ ദ്വിലിംഗ സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. In unisexual plants, male and female flowers are found on the same plant. ഏകലിംഗ സസ്യങ്ങളിൽ ആൺപൂക്കളും പെൺപൂക്കളും ഒരു സസ്യത്തിൽ തന്നെ കാണപ്പെടുന്നു. അടുത്തത് കോക്കനട്ട് ആൻഡ് ആഷ്ഗോഡ് ആർ യൂണിസെക്ഷൽ പ്ലാന്റ്സ്. തെങ്ങ്, കുമ്പളം എന്നിവ ഏകലിംഗ സസ്യങ്ങളാണ്. അടുത്തത് യൂണിസെക്ഷൽ പ്ലാന്റ്സ് ആർ ദോസ് ഇൻ വിച്ച് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ആർ ഫൗണ്ട് ഓൺ സെപ്പറേറ്റ് പ്ലാന്റ്സ്. ആൺപൂക്കളും പെൺപൂക്കളും വെവ്വേറെ സസ്യങ്ങളിൽ കാണുന്നവയാണ് ഏകലിംഗ സസ്യങ്ങൾ. അപ്പൊ ഏതായിരിക്കും മക്കളിൽ ശരിയായത്? Unisexual plants are those in which male and female flowers are found on separate plants. ആൺപൂക്കളും പെൺപൂക്കളും വെവ്വേറെ സസ്യങ്ങൾ കാണുന്നവയാണ് ഏകലിംഗ സസ്യങ്ങൾ. നെക്സ്റ്റ് ആറാമത്തെ ആക്ടിവിറ്റി, എ സബ്സ്റ്റൻസ് ആൻഡ് ദ മോളിക്യൂൾസ് പ്രസന്റ് ഇൻ ദം ആർ ഗിവൺ ഇൻ ദ ടേബിൾ. പദാർത്ഥങ്ങളും അവയിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളും രേഖപ്പെടുത്തിയ പട്ടികയാണ് താഴെ തന്നിരിക്കുന്നത്. സബ്സ്റ്റൻസ്, മോളിക്യൂൾ പ്രസൻസ്, അറ്റ്മോസ്ഫിയറിക് എയർ, നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ വേപ്പർ, ബ്രാസ്, സിങ്ക്, കോപ്പർ, ഓക്സിജൻ, ഗോൾഡ്, ഓർണമെന്റ്സ്, ഗോൾഡ്, കോപ്പർ, ഷുഗർ, ഗോൾഡ്. ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദ പ്യുവർ സബ്സ്റ്റൻസ് ഫ്രം ദ ടേബിൾ ആൻഡ് റൈറ്റ് ദം ഡൗൺ. എന്താ പറഞ്ഞിരിക്കുന്നത്? പട്ടികയിൽ നിന്ന് ശുദ്ധ പദാർത്ഥങ്ങൾ കണ്ടെത്തി എഴുതുക. അപ്പൊ എന്തെല്ലായിരിക്കും മക്കളെ? Pure substances, oxygen, sugar, gold. Next, B question. What is the difference between gold and a gold ornament? Explain. എന്താ പറഞ്ഞിരിക്കുന്നത്? സ്വർണവും സ്വർണ്ണാഭരണവും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു വിശദീകരിക്കുക. The main difference between gold and gold ornaments is their purity and fineness.
Gold is a pure substance while a gold ornament is an alloy. Next, or question 6b question നോക്കാം. Note the difference between the pure substance and mixtures. ശുദ്ധ പദാർത്ഥങ്ങളും മിശ്രിതങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കുറിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. Pure substance are substances made up of the same type of molecules. Mixtures contain different types of molecules. These are substances made of more than one substance. Next B question. What are the separation methods used in the following situations? താഴെ പറയുന്ന സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്ന വേർതിരിക്കൽ രീതികൾ ഏതെല്ലാമാണ്? ഫസ്റ്റ്, ടു സെപ്പറേറ്റ് ടീ പൗഡർ ഫ്രം ടീ. ചായയിൽ നിന്ന് ചായപ്പൊടി വേർതിരിക്കൽ. നെക്സ്റ്റ്, ടു സെപ്പറേറ്റ് ഗ്രാവൽ ആൻഡ് അതർ വേസ്റ്റ് ഫ്രം സാൻഡ് യൂസ്ഡ് ഫോർ ഹൗസ് കൺസ്ട്രക്ഷൻ. വീട് പണികൾക്ക് ഉപയോഗിക്കുന്ന മണലിൽ നിന്ന് ചരടും മറ്റു മാലിന്യങ്ങളും വേർതിരിക്കൽ. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ആൻസർ? ടു സെപ്പറേറ്റ് ടീ പൗഡർ ഫ്രം ടീ, sieving. This is a method of separating solid tea powder that are insoluble in a liquid using a sieve. To separate gravel and other impurities from sand used for house construction. This is a method of separating solid of different sizes using a sieve with holes. The larger gravel remains in the sieve and the sand sinks to the bottom. Next, which of the following statement is correct? താഴെ കുറച്ച് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണ് ശരിയെന്ന് ചോദിക്കുന്നത്. അപ്പം നമുക്കത് നോക്കാം. എ മോളിക്യൂൾ ഇസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എ സബ്സ്റ്റൻസ്. തന്മാത്രയാണ് ഒരു പദാർത്ഥത്തിന്റെ ഏറ്റവും വലിയ കണിക. നെക്സ്റ്റ്, എ മോളിക്യൂൾ കണ്ടെയ്ൻസ് ഓൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ സബ്സ്റ്റൻസ്. തന്മാത്രയിൽ പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും അടങ്ങിയിരിക്കുന്നു. നെക്സ്റ്റ്, ഓൾ സബ്സ്റ്റൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് മോളിക്യൂൾ. എല്ലാ പദാർത്ഥങ്ങളും തന്മാത്രകളാൽ നിർമ്മിതമാണ്. നെക്സ്റ്റ്, ഓൾ ഓഫ് ദ എബവ്. മുകളിൽ പറഞ്ഞവയെല്ലാം. അപ്പോൾ ഏതായിരിക്കും മക്കളെ ഇതിന്റെ ആൻസർ വരിക? ഓൾ ഓഫ് ദ എബവ്. എല്ലാതും ശരിയാണ് അല്ലേ? അപ്പോൾ നമ്മൾ 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിന്റെ മോഡൽ ക്വസ്റ്റ്യൻ ഇന്ന് നോക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് തരാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.